പീരുമേട്ടിൽ ആദിവാസി യുവതി സീത കൊല്ലപ്പെട്ട സംഭവത്തിലെ ദുരൂഹതകൾ പുറത്തുകൊണ്ടുവരുന്നതിന് ആവശ്യമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആവശ്യപ്പെട്ടു. പീരുമേട് തോട്ടാപ്പുര മീൻമുട്ടി വനത്തിൽ ആദിവാസി യുവതി സീത കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് അന്വേഷണം ഇപ്പോഴും വഴിമുട്ടി നിൽക്കുകയാണ്. സീതയുടെ മരണം കൊലപാതകമാക്കി തീർക്കുന്നതിന് ഭർത്താവ് ബിനുവിനെ പ്രതി ചേർക്കുന്നതിനും കോട്ടയം DFOയുടെയും ഫോറൻസിക് സർജൻ ആദർശ് രാധാകൃഷ്ണൻ്റെയും നേതൃത്വത്തിൽ വൻ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫോറൻസിക് വിഭാഗം പ്രത്യേകമായി വിഭാഗം വെച്ചിരിക്കുന്നു. അവിടെ എല്ലാ അന്വേഷണത്തിൽ കണ്ടെത്തുന്നു. അവർ കൊണ്ടുപോയ ഭക്ഷണ സാധനങ്ങൾ അവിടെ ചിതറിക്കിടപ്പുണ്ട്. ആര്യയുടെ കാൽപ്പാടുകളും ആനപ്പിണ്ടവും അവിടെയുണ്ട്. ആര്യയുടെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പോലീസിന് ഇതുവരെയുള്ള നിഗമനങ്ങൾ ആര്യയുടെ ആക്രമണത്തിലാണ് സീത കൊല്ലപ്പെട്ടത് എന്നറിയുന്നു. ആര്യതിനെ എന്തിനാണ് വ്യാഖ്യാനം നടത്തുന്നത്? അതിന്റെ പിന്നിൽ കൃത്യമായൊരു ഗൂഢാലോചന എന്താണ്? പീരുമേട്ടിൽ ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ച പോലെ കുട്ടികളെ ഓടിക്കാൻ കാട്ടാന വരുന്നു. അതനുസരിച്ച് വളരെ ശക്തമായ സമരങ്ങളിലേക്ക് വരുന്നു. ആ സമരത്തിന്റെ ഭാഗമായി കൂടുതൽ ആറാട്ടി വെക്കാമെന്ന് പറയുന്നു. ആറാട്ടി വെക്കാനുള്ള നടപടി സ്വീകരിക്കുന്നില്ല. അപ്പൊ ജനങ്ങൾക്കിടയിൽ പഞ്ചായത്ത് കമ്മിറ്റി എടുത്ത തീരുമാനം, ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉയർന്നു വന്നാൽ ആ പ്രതിഷേധത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് വളരെ ബോധപൂർവമായി സീതയെ ആന കൊട്ടി ചവിട്ടിക്കൊന്നതല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള നിലപാടുണ്ട്. ഈ മറ്റൊരു കാര്യം ഞങ്ങൾക്കുള്ളത്, ഈ അദ്ദേഹം നടത്തേണ്ടതല്ല. ഈ ഡോക്ടർ റിപ്പോർട്ടിനെ ഞങ്ങൾ വിശ്വസിച്ചെടുക്കുന്നില്ല. ഫോറൻസിക് ലാബ് നടത്താൻ സംവിധാനമുണ്ട്. അങ്ങനെ വണ്ണേണ്ടി വന്നാൽ ഇതിന് അനന്തരമായ നടപടി ഒരു ഫോറൻസിക് സർജനല്ല നടത്തേണ്ടത്. ഫോറൻസിക് ലാബിൽ പരിശോധന നടത്തിയാൽ ഈ കൊലപാതകത്തെ മരണത്തിന് കൃത്യമായ വിവരമുണ്ടാവും. അതുകൊണ്ട് ആവശ്യമെങ്കിൽ റീപോസ്റ്റ്മോർട്ടം നടത്തി വസ്തുത തിരിച്ചറിയുന്നതിലേക്ക് വേണ്ടിയുള്ള നിലപാടെടുക്കുന്നതിനകത്തും CPM വ്യത്യസ്ത അഭിപ്രായമില്ല. പക്ഷേ സാമാന്യമായ ബുദ്ധിയില്ലാത്ത ആർക്ക് വേണ്ടി എന്ത് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഡോക്ടറുടെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ഈ നിഗമനത്തിന് കഴിയുകയില്ല. 12 ദിവസമായി പോലീസ് അന്വേഷിക്കുന്നു, എല്ലാ നിലപാടും സ്വീകരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണ്ടേ, പീരുമേട് പഞ്ചായത്തിൽ വർദ്ധിച്ചു വരുന്ന കാട്ടാനാക്രമണങ്ങൾക്കെതിരെ വനപാലകർ സ്വീകരിക്കുന്ന നിസ്സംഗ മനോഭാവത്തിൽ പ്രതിഷേധിച്ചും കാട്ടാനാക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട സീതയുടെ കുടുംബത്തിന് അർഹമായ നീതി ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടും CPM പീരുമേട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് RRT ഓഫീസ് ഉപരോധവും പീരുമേട് ടൗണിൽ കൂട്ടധരണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CV വർഗീസ്. യോഗത്തിൽ പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് R ദിനേശൻ അധ്യക്ഷത വഹിച്ചു. CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R തിലകൻ, PS രാജൻ, CPIM പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ M തങ്കതുരൈ, G വിജയാനന്ദ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ YM ബെന്നി, CR സോമൻ, KB സിജിമോൻ, VS പ്രസന്നൻ, ശാന്തി ഹരിദാസ്, ലോക്കൽ സെക്രട്ടറിമാരായ V ഷൈജൻ, TK മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പീരുമേട് ലൈവ്.